നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ +2 ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള സിലബസ് വൈസ് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ച പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലുള്ള സെന്റൻസ് ഇന്റർചേഞ്ചിങ് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു കോംപ്ലക്സ് സെന്റൻസിനെ എങ്ങനെ നമുക്ക് സിമ്പിൾ സെന്റൻസ് ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോംപ്ലക്സ് സെന്റൻസ്, എന്താണ് സിമ്പിൾ സെന്റൻസ്, എന്താണ് കോമ്പൗണ്ട് സെന്റൻസ് എന്നുള്ളതൊക്കെ നമ്മൾ വളരെയധികം വിശദീകരിച്ചിരുന്നു. അപ്പം അത് ഈ പറയുന്ന സെന്റൻസുകൾ എന്താണെന്നും അത് ഏതൊക്കെ തരത്തിൽ നമുക്ക് കണ്ടെത്താം എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വരിക. ഈ ക്ലാസ്സിൽ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ്, അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കോംപ്ലക്സ് സെന്റൻസിനെ നമുക്ക് എങ്ങനെ സിമ്പിൾ സെന്റൻസ് ആക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിലും അതാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ കോംപ്ലക്സ് സെന്റൻസ് തന്നെ പല തരത്തിലുള്ള കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്. അതായത് കോൺട്രാക്ടറി സ്റ്റേറ്റ്മെന്റിനെ സൂചിപ്പിക്കുക, അതായത് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കുന്ന കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്. അങ്ങനെയുള്ള കോംപ്ലക്സ് സെന്റൻസിനെ നമുക്ക് എങ്ങനെ സിമ്പിൾ സെന്റൻസ് ആക്കാം, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ അതല്ലാതെ കോംപ്ലക്സ് സെന്റൻസുകളുണ്ട്. ഒരേ സമയത്ത് നടന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്. വ്യത്യസ്ത സമയങ്ങളിൽ നടന്ന ക്രിയകളെ സൂചിപ്പിക്കുന്ന കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കോംപ്ലക്സ് സെന്റൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള കോംപ്ലക്സ് സെന്റൻസിനെയും നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കാൻ വേണ്ടി അതിനനുസരിച്ചുള്ള രീതികളാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ കോൺട്രാക്ടറി സ്റ്റേറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നതിന് എങ്ങനെ നമുക്ക് സിമ്പിൾ സെന്റൻസ് ആക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അത് ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് കൊണ്ട് നമ്മൾ ഫ്രേസ് ആക്കി മാറ്റി, അത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ ഭാഗത്തെ ഫ്രേസ് ആക്കി മാറ്റി വേണം നമ്മൾ ചെയ്യാൻ. അത് വിശദമായിട്ട്, വളരെ വിശദമായിട്ട് ഈ പറയുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ പറയുന്ന ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് ഒത്തിരി വിശദീകരിച്ചപ്പോൾ ഈ ക്ലാസ്സും കൂടെ നീണ്ടുപോകും. നമുക്ക് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് അടുത്ത സിലബസിലെ അടുത്ത പോർഷനിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒത്തിരിയുടെ മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതുവഴി കയറി കാണുക. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ മറ്റുള്ള കോംപ്ലക്സ് സെന്റൻസിനെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കോംപ്ലക്സ് സെന്റൻസിനെ നമുക്ക് എങ്ങനെ സിമ്പിൾ സെന്റൻസ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഒരേ സമയത്ത് നടന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കോംപ്ലക്സ് സെന്റൻസ് ആണ്. അങ്ങനെയുള്ള കോംപ്ലക്സ് സെന്റൻസിനെ നമുക്ക് എങ്ങനെ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റാം. അപ്പൊ നോക്കുക, ഇവിടെ സെന്റൻസ് നോക്കുക. as soon as he got the message he started his journey എന്ന് പറയുമ്പോൾ ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണോ എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. കോംപ്ലക്സ് സെന്റൻസിൽ എന്തൊക്കെ വേണം? 2 ക്ലോസുകൾ വേണം. കുറഞ്ഞത് 2 ക്ലോസുകൾ വേണം. അതിൽ ഒരു ക്ലോസ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസും ഒരു ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസും ആയിരിക്കണം. നമുക്കറിയാം ക്ലോസ് എന്ന് വെച്ചാൽ എന്താണ്, സെന്റൻസിന്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും 2 ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കോമയിട്ട് മാറ്റിയിരിക്കുന്നത്. ഇതൊരു ഭാഗം. as soon as he got the message എന്ന് പറയുമ്പോൾ ഇതൊരു ഭാഗം അല്ലെങ്കിൽ ക്ലോസ് ആണ്. he started his journey എന്ന് പറയുമ്പോഴും ഒരു ക്ലോസ് ആണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ്, ഒരു പാർട്ട് ഓഫ് എ സെന്റൻസ് ആണ്. ഇത് 2 ഓരോരോ പാർട്ട് ഓഫ് എ സെന്റൻസ്, അതിനെ നമ്മൾ ക്ലോസ് എന്ന് പറയാം. ഇനി ഇതിൽ ഏത് ഭാഗമാണ് മെയിൻ ക്ലോസ്, ഇതിൽ ഏത് ഭാഗമാണ് സബോർഡിനേറ്റ് ക്ലോസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മെയിൻ ക്ലോസ് നമുക്ക് പൂർണ്ണമായ ഒരു അർത്ഥം നൽകുന്നതായിരിക്കും മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായ അർത്ഥം നൽകാത്ത ഭാഗത്തെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് ഏതാണ് പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഭാഗം? ഹി സ്റ്റാർട്ടഡ് ഹിസ് ജേണി എന്നുള്ളതാണ് പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഭാഗം. അതായത് അവന്റെ യാത്ര തുടങ്ങി. പൂർണ്ണത നൽകുന്നുണ്ട്, പൂർണ്ണമായ അർത്ഥമുണ്ട്. അതുകൊണ്ട് ഇത് മെയിൻ ക്ലോസ് ആണ്. ഓക്കെ. ഇനി as soon as he got the message എന്ന് പറയുമ്പോഴോ അവന് ആ മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ, അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ പൂർണ്ണമാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് വിളിക്കാം സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കും. അപ്പൊ ഇതാണ് സബോർഡിനേറ്റ് ക്ലോസും ഇത് മെയിൻ ക്ലോസ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താ, ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലാസുകളും വരുന്ന സെന്റൻസിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഈ കോംപ്ലക്സ് സെന്റൻസിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഒരേ സമയത്ത് നടന്ന 2 ക്രിയകളെ സൂചിപ്പിക്കുന്നു. ആ ക്രിയകൾ ഏതൊക്കെയാണ്?
ഗോട്ട് ദ മെസ്സേജും സ്റ്റാർട്ടഡ് ഹിസ് ജേണി. ഇത് ഒരേ സമയത്ത് നടന്ന, കാരണം എന്താ അസൂണസ് എന്ന് പറയുമ്പോൾ എന്താ അപ്പോൾ തന്നെ എന്നാന്ന് വെച്ചാൽ അവന് മെസ്സേജ് കിട്ടിയ അപ്പോൾ തന്നെ അവൻ്റെ യാത്ര തുടർന്നു എന്നാണ്. ഇത് ഒരേ സമയത്ത് നടന്ന സംഭവമാണല്ലോ. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റാം? സിമ്പിൾ സെന്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന സംഭവത്തെ ഒരു മെയിൻ ക്ലോസ് ഉള്ള സെന്റൻസ് ആക്കി മാറ്റണം, എങ്കിൽ മാത്രമേ സിമ്പിൾ സെന്റൻസ് ആയി മാറത്തുള്ളൂ. അപ്പൊ നമ്മളിതിനെ ഒരു കോംപ്ലക്സ് സെന്റൻസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് സെന്റൻസിനെ നമ്മൾ സിമ്പിൾ സെന്റൻസിലേക്ക് മാറ്റുമ്പോൾ അതിലെ ഒരു ക്ലോസിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഫ്രേസ് ആക്കി മാറ്റണം. ഇവിടെ കോംപ്ലക്സ് സെന്റൻസ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഈ കോംപ്ലക്സ് സെന്റൻസിലെ ഏത് ക്ലോസിനെയാണ് നമ്മൾ ഫ്രേസിലേക്ക് മാറ്റേണ്ടത്? സബോർഡിനേറ്റ് ക്ലോസിനെ ആയിരിക്കണം. ഓക്കെ, സബോർഡിനേറ്റ് ക്ലോസിനെ നമുക്ക് ഫ്രേസ് ആക്കി മാറ്റണം. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തെ നമുക്ക് ഫ്രേസ് ആക്കി മാറ്റണം. ബാക്കിയുള്ള ഭാഗം, അതായത് ഈ മെയിൻ ക്ലാസ് അതുപോലെ എഴുതുകയും വേണം. പിന്നീട് ഇതിനെ ഫ്രേസ് ആക്കി മാറ്റിയിട്ട് ഈ മെയിൻ ക്ലാസ് അതുപോലെ എഴുതണം. അങ്ങനെ ആകുമ്പോൾ ഗുണം എന്താ? നമുക്ക് പിന്നെ ആ സെന്റൻസിൽ ഒറ്റ ക്ലോസേ ഉള്ളൂ, അത് മെയിൻ ക്ലാസ് ആണ്. അങ്ങനെ മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലാസ് മാത്രമുള്ള സെന്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒറ്റ മെയിൻ ക്ലാസ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ സബോർഡിനേറ്റ് ക്ലാസിനെ പിടിച്ച് ഫ്രേസ് ആക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ സബോർഡിനേറ്റ് ക്ലാസിനെ ഫ്രേസ് ആക്കേണ്ടത്? ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരേ സമയത്ത് നടന്ന ക്രിയകളാണ്. അങ്ങനെ ഒരേ സമയത്ത് നടക്കുന്ന ക്രിയകളാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ക്രിയ വന്നിരിക്കുന്ന, അതായത് സബോർഡിനേറ്റ് ക്ലോസിലെ ക്രിയ, ആ വെർബിന്റെ യഥാർത്ഥ രൂപം നമ്മൾ കണ്ടെത്തുക. അതായത് ഗോട്ടിന്റെ യഥാർത്ഥ രൂപം എന്തുവാ? ഗെറ്റ് ആണ്. എന്താണ്? ഗെറ്റ്. ആ ഗെറ്റ് ഇനെ നമ്മൾ എന്താക്കി മാറ്റണം? ING ആക്കി മാറ്റണം. അപ്പൊ എന്താ? ഗെറ്റിംഗ്. അങ്ങനെ ഗെറ്റിംഗ് എന്നാക്കുക. ഗെറ്റിംഗ്. ഓക്കെ, ഗെറ്റിംഗ് എന്നാക്കിയിട്ട് ബാക്കി എന്താ ഉള്ളത്? ദ മെസ്സേജ് എന്ന. ഗെറ്റിംഗ് ദ മെസ്സേജ്. ഓക്കെ, ഗെറ്റിംഗ് ദ മെസ്സേജ് കോമ. അപ്പൊ എത്രയും ഇത് ഫ്രേസ് ആയി മാറി. അപ്പോൾ ഈ സംഭവത്തെ നമ്മൾ എന്താക്കി മാറ്റി? ഫ്രേസ് ആക്കി മാറ്റി. ഈ സബോർഡിനേറ്റ് ക്ലാസ്സിനെ നമ്മൾ ഫ്രേസ് ആക്കി മാറ്റി. ഗെറ്റിംഗ് ദ മെസ്സേജ് കോമ ഹി സ്റ്റാർട്ടഡ് ഹിസ് ജേണി. ഇതങ്ങ് അതുപോലെ എടുത്തെഴുതിയാൽ മതി. ഹി സ്റ്റാർട്ടഡ് ഹിസ് ജേണി. ഓക്കെ, അപ്പൊ എന്തായി? മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ ഹി സ്റ്റാർട്ടഡ് ഹിസ് ജേണി എന്നായി. അവന്റെ യാത്ര ആരംഭിച്ചു എന്നായി. അല്ലേ? അപ്പോൾ നമ്മൾ എന്താക്കി മാറ്റി? ഇതിനെ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റി. കാരണം എന്താ? നമ്മുടെ സെന്റൻസിൽ ഈ ഒരു മെയിൻ ക്ലാസ്സേ ഉള്ളൂ. ഇനി ഇത് ഹി സ്റ്റാർട്ടഡ് ഹിസ് ജേണി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒറ്റ മെയിൻ ക്ലാസ് ഉള്ള സെന്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരേ സമയത്ത് നടന്ന കാര്യത്തെ നമുക്ക് എങ്ങനെ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കാം എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇത്തരത്തിലായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താ? As I am a teacher, I have to be studious always. അപ്പൊ ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. കാരണം എന്താ? As I am a teacher എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ക്ലാസ് ആണ്. I have to be studious always എന്ന് പറയുന്നത് മെയിൻ ക്ലാസ് ആണ്. നമുക്ക് നോക്കാം. As I am a teacher എന്ന് വെച്ചാൽ എന്താ? ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട്. അവിടെ അർത്ഥം പൂർണ്ണമാകുന്നുണ്ടോ? ഇല്ല. അപ്പൊ സബോർഡിനേറ്റ് ക്ലാസ് ആണ്. എന്നാൽ I have to be studious always, ഞാൻ എല്ലായ്പ്പോഴും സ്റ്റുഡിയസ് ആകേണ്ടതായിട്ടുണ്ട്, അത് പൂർണ്ണമായ അർത്ഥം നൽകുന്നു. അപ്പൊ അതൊരു മെയിൻ ക്ലോസ് ആണ്. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലാസും വന്നു കഴിഞ്ഞാൽ എന്താണ്? അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇത് നോക്കാം. As I am a teacher എന്ന് പറയുന്ന ഭാഗത്തെ നമുക്ക് ഈ ഫ്രേസ് ആക്കി മാറ്റണം. ഇതേപോലെ അസിൽ തുടങ്ങുന്ന സെന്റൻസ് വരുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസൂണസ് ചെയ്തതുപോലെ തന്നെ അവിടുത്തെ വെർബിനെ നമ്മൾ കണ്ടെത്തുക. ഇവിടുത്തെ വെർബ് ഏതാ? ആമാണ്. ആ ആം എന്നുള്ളതിന്റെ യഥാർത്ഥ രൂപം എന്താ? ബി ആണ്. ബി. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ING ചേർക്കണം. എന്തായി? ബീയിങ്. പിന്നെ എ ടീച്ചർ. ബാക്കി എഴുതുക. ബീയിങ് എ ടീച്ചർ കോമ. പിന്നെ ഇതുപോലെ എഴുതുക. ഈ മെയിൻ ക്ലാസ് അതുപോലെ എഴുതുക. I have to be studious always. അപ്പൊ നമുക്ക് ഒരു ബീയിങ് എ ടീച്ചർ. അപ്പൊ എന്താ? ഒരു ടീച്ചർ ആയതുകൊണ്ട് I have to be studious always, ഞാൻ എല്ലായ്പ്പോഴും സ്റ്റുഡിയസ് ആകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ സബോർഡിനേറ്റ് ക്ലാസ്സിനെ പിടിച്ച് നമ്മൾ ഫ്രേസ് ആക്കി. പിന്നെ ഈ മെയിൻ ക്ലാസ്സിനെ അതുപോലെ എടുത്തെഴുതി. അങ്ങനെ ആകുമ്പോൾ ഇതൊരു സെന്റൻസ് ആയി മാറി.
ഇനി ഈ സെന്റൻസിൽ നോക്കുമ്പോൾ ഈ സെന്റൻസിൽ ഒറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ. അങ്ങനെ ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് എന്താണ്, നമ്മൾ എന്ത് ചെയ്തു, ഈ കോംപ്ലക്സ് സെന്റൻസിനെ നമ്മൾ എന്താക്കി മാറ്റി, ഒരു സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റി. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. നോക്കുക, when my friend arrived at his home, his birthday function had already started. എന്നുവെച്ചാൽ എന്താ, അതായത് എൻ്റെ ഫ്രണ്ട് അവൻ്റെ വീട്ടിൽ എത്തിയപ്പോഴേക്കും ഹിസ് ബർത്ത്ഡേ ഫംഗ്ഷൻ, അവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇവിടെ നോക്കുമ്പോഴേക്കും എന്ത് സംഭവിച്ചു, ഇത് രണ്ടും കഴിഞ്ഞ കാലത്തുള്ള സംഭവമാണ്. അതായത് എൻ്റെ ഫ്രണ്ട് അവൻ്റെ വീട്ടിലെത്തിയതും അവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആരംഭിച്ചു കഴിഞ്ഞതും എന്താണ്, രണ്ടും കഴിഞ്ഞ കാലത്തുള്ള സംഭവമാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവം, ഇവിടെ കാലതാമസമുണ്ട് അല്ലെ. അവൻ ചെന്നപ്പോൾ ഉടനെ ആ സമയത്ത് നടന്നതല്ല, ആ സമയത്ത് ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നില്ല, അതിന് മുമ്പേ നടന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അവന് ചെന്ന സമയവും ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങിയ സമയം തമ്മിൽ വ്യത്യാസമുണ്ട്, സമയ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ദൈർഘ്യമുണ്ട്, കാല വ്യത്യാസമുണ്ട്, സമയത്തിനൊരു അകൽച്ചയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്കെങ്ങനെ ഒരു കോംപ്ലക്സ് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കാൻ പറ്റും, അതാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് പഠിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തന്നിരിക്കുന്നത് ഏത് സെന്റൻസ് ആണ് നമ്മൾ കണ്ടെത്തണം. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണോ നമുക്ക് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ രണ്ട് ഭാഗം ഉണ്ടല്ലോ. when my friend arrived at his home എന്ന് പറയുന്നത് ഒരു ഭാഗം, ഒരു ക്ലോസ്. ഹിസ് ബർത്ത്ഡേ ഫംഗ്ഷൻ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത് വേറൊരു ക്ലോസ്. ഇതിനകത്ത് ഏതാണ് സബോർഡിനേറ്റ് ക്ലോസ്, ഏതാണ് മെയിൻ ക്ലോസ് നമുക്ക് നോക്കാം. when my friend arrived at his home എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, എൻ്റെ ഫ്രണ്ട് അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമാകുന്നുണ്ടോ, അർത്ഥം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇനി ഹിസ് ബർത്ത്ഡേ ഫംഗ്ഷൻ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു, അത് പൂർണ്ണമായ അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ ഒരു മെയിൻ ക്ലാസ്സും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലാസ്സും വരികയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഒരു കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. അപ്പോൾ ഇത് കോംപ്ലക്സ് സെന്റൻസ് ആണ് നമുക്ക് മനസ്സിലായി. ഈ കോംപ്ലക്സ് സെന്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, സിമ്പിൾ സെന്റൻസ് ആക്കണം. അങ്ങനെ സിമ്പിൾ സെന്റൻസ് ആക്കുമ്പോൾ ഏത് കോംപ്ലക്സ് സെന്റൻസിനെയും നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കുമ്പോൾ അതിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ സ്വഭാവം എന്താ, ഈ കോംപ്ലക്സ് സെന്റൻസിലെ ക്രിയകൾക്ക് തമ്മിൽ കാലതാമസമുണ്ട്, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ള സമയം വരുമ്പോൾ നമ്മൾ എന്തായാലും ആദ്യത്തെ ഭാഗത്തെ നമുക്ക് എന്ത് ചെയ്യണം, അതായത് സബോർഡിനേറ്റ് ക്ലാസ്സിനെ, ആദ്യത്തെ ഭാഗം എന്ന് വെച്ചാൽ സബോർഡിനേറ്റ് ക്ലാസ്സിനെ നമുക്ക് ഫ്രേസ് ആക്കി മാറ്റണം. ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ് ക്ലാസ്സിനെ ഫ്രേസ് ആക്കി മാറ്റുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ വെർബിനെയാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ വെർബ് ഏതാ, അറൈവ്ഡ് ആണ്. അറൈവ്ഡ് നമ്മളിത് ഒരുമിച്ച് നടന്നയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, ഈ അറൈവ്ഡിന്റെ യഥാർത്ഥ രൂപം കണ്ടെത്തിയിട്ട് അതിന്റെ കൂടെ ING ചേർത്തേനെ, അപ്പൊ അറൈവിങ് എന്നായനെ. ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്താ, കാലതാമസം ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ അറൈവ്ഡിനെ അതുപോലെ നമ്മൾ എടുത്തിരുന്നു, അറൈവ്ഡ്. ഓക്കെ, അറൈവ്ഡ് എന്ന് നമ്മൾ എഴുതുന്നു. അങ്ങനെ അറൈവ്ഡ് എന്ന് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ തൊട്ട് മുമ്പ് നമുക്കൊരു ജോലിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഹാവിങ് എന്ന് എഴുതണം. ഹാവിങ് ഇപ്പൊ എന്തായി, ഹാവിങ് അറൈവ്ഡ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹാവിങ് എഴുതി കഴിഞ്ഞാൽ പിന്നെ V3 ഫോം ആയിരിക്കണം വരേണ്ടത്. V3 ഫോം ഹാവിങ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും V3 ഫോമേ വരാവും. ഹാവിങ്ങോ ഹാവോ ഹാസോ ഹാഡോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും വെർബിന്റെ V3 ഫോമേ എഴുതാവും. ഇവിടെ അറൈവ്ഡ്, ഇവിടെ V3 ഫോം അല്ല, ഇത് സിമ്പിൾ പാസ്റ്റ് V2 ഫോം ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഈ പറയുന്ന അറൈവ്ഡിന്റെ V3 ഫോം എന്ത് തന്നെയാണ്, അറൈവ്ഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എടുത്ത് അതുപോലെ എഴുതാൻ പറഞ്ഞത്. എന്നാൽ ഇവിടെ നേരെ മറിച്ച് വെന്റ് എന്നായിരുന്നെങ്കിലോ, ഈ വെർബ് വെന്റ് എന്നായിരുന്നെങ്കിൽ നമ്മൾ വെന്റ് എന്ന് എഴുതാൻ പാടില്ല. കാരണം എന്താ, ഗോയുടെ V2 ഫോം ആണ് വെന്റ്. ഗോയുടെ V3 ഫോം എന്തായിരിക്കും, ഗോൺ ആയിരിക്കും. എന്താണ്, ഗോൺ. അപ്പൊ നമ്മൾ ഗോൺ എന്ന് എഴുതും. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഹാവിങ് എഴുതുക, അതിനുശേഷം ഇവിടുത്തെ ഏത് വെർബാണോ ആ വെർബിന്റെ V3 ഫോം എഴുതുക. അങ്ങനെ പഠിച്ചാൽ ഓക്കെ. അപ്പൊ എന്തായി, ഹാവിങ് അറൈവ്ഡ്. പിന്നെ ബാക്കി അങ്ങ് എഴുതുക, അറ്റ് ഹിസ് ഹോം. അപ്പൊ ഹാവിങ് അറൈവ്ഡ് അറ്റ് ഹിസ് ഹോം, കോമ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെയിൻ ക്ലാസ്സിനെ നമ്മൾ നേരത്തേക്ക് ചെയ്തതുപോലെ അതുപോലെ എടുത്ത് എഴുതുക. ഹിസ് ബർത്ത്ഡേ ഫംഗ്ഷൻ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെ വരും,
ഹാവിംഗ് അറൈവ്ഡ് അറ്റ് ഹിസ് ഹോം ഹിസ് ബർത്ത്ഡേ ഫംഗ്ഷൻ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് നമ്മൾ എഴുതാം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ജോലിയും കൂടെ ഉണ്ട്. എന്താ? നമ്മൾ നേരത്തെ പഠിച്ച ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം സബ്ജക്റ്റുകൾ സെയിം ആണ്. ഈ രണ്ട് ക്ലോസിലെ as soon as he got the message എന്ന് പറയുമ്പോൾ ഈ ഹീയും ഇവിടുത്തെ ഹീയും ഒരാൾ തന്നെയാണ്. അതുപോലെ ഇവിടെ നോക്കുമ്പോഴും ഐയും ഈ ഐയും ഒരാൾ തന്നെയാണ്, സബ്ജക്റ്റ് ഒന്നാണ്. എന്നാൽ ഇവിടെ നോക്കുമ്പോഴോ മൈ ഫ്രണ്ട് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഇവിടുത്തെ സബ്ജക്റ്റോ ഹിസ് ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റുകൾ വ്യത്യാസമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഫ്രേസിന് തൊട്ടു മുമ്പ് നമ്മൾ ഇവിടുത്തെ സബ്ജക്റ്റിനെ സൂചിപ്പിക്കണം, ആദ്യത്തെ സബ്ജക്റ്റിനെ സൂചിപ്പിക്കണം. അതായത് ആദ്യത്തെ സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം വേണം ഈ പറയുന്ന ക്ലോസിൽ നമ്മൾ ഫ്രേസ് ആക്കി എഴുതാൻ. അപ്പോൾ നമ്മൾക്കിവിടെ എന്തുകൊണ്ട് എഴുതി ചേർക്കാനുണ്ട്? മൈ ഫ്രണ്ട് എന്ന് എഴുതി ചേർക്കണം. എന്താ? മൈ ഫ്രണ്ട്. അപ്പൊ അങ്ങനെ വരും മൈ ഫ്രണ്ട് ഹാവിംഗ് അറൈവ്ഡ് അറ്റ് ഹിസ് ഹോം ഹിസ് ബർത്ത്ഡേ ഫംഗ്ഷൻ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് എന്ന് വരും. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് മൈ ഫ്രണ്ട് ഹാവിംഗ് അറൈവ്ഡ് അറ്റ് ഹിസ് ഹോം ഹിസ് ബർത്ത്ഡേ ഫംഗ്ഷൻ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ്. അപ്പൊ ഇതെന്തായി മാറിയപ്പം ഈ മൈ എഴുതിയാൽ ഇതെന്ത് തന്നെയാണ്? ഫ്രേസ് ആണ് ഇത്രയും ഭാഗം. ഓക്കെ, ഫ്രേസ് എന്താണെന്നൊക്കെയുള്ള ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ മെയിൻ ക്ലാസ് അതുപോലെ എടുത്തെഴുതുക. ഒരു മെയിൻ ക്ലാസ് ഉള്ള സെന്റൻസ് ആയി മാറുന്നു. അപ്പൊ ഇതെന്തായി മാറി? സിമ്പിൾ സെന്റൻസ് ആയി മാറി. ഒരു കോംപ്ലക്സ് സെന്റൻസ് നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. രാജ് ഹു ഈസ് ആൻ എഞ്ചിനീയർ ഹാസ് ആൾവേസ് ബീൻ ലോയൽ ടു ഹിസ് പ്രൊജക്ട്സ്. ഇവിടെ പ്രൊജക്ട്സ് എന്നാണ്. ഓക്കെ, PROJECTS പ്രൊജക്ട്സ്. അപ്പൊ ഇത് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണോ? നമുക്ക് നോക്കാം. രാജ് കഴിഞ്ഞിട്ട് കോമ കൊടുത്തിട്ടുണ്ട് എഴുതിക്കുന്നത് ഹു ഈസ് ആൻ എഞ്ചിനീയർ എന്ന് എടുത്തിട്ട് ഇവിടെയും കോമ കൊടുത്തിട്ടുണ്ട്. പിന്നെ രാജ് ഹാസ് ആൾവേസ് ബീൻ ലോയൽ ടു ഹിസ് പ്രൊജക്ട്സ്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ രാജിന്റെ ബാക്കി ഭാഗമാണ് ഇവിടെ തൊട്ട് അങ്ങോട്ടുള്ളത്. രാജ് ഹാസ് ആൾവേസ് ബീൻ ലോയൽ ടു ഹിസ് പ്രൊജക്ട്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഭാഗം. അടുത്ത ഭാഗം ഹു ഈസ് ആൻ എഞ്ചിനീയർ. അപ്പൊ ഈ സെന്റൻസിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് രാജ് ഹാസ് ഓൾവേസ് ബീൻ ലോയൽ ടു ഹിസ് പ്രൊജക്ട്സും അടുത്ത ഭാഗം ഹു ഈസ് ആൻ എഞ്ചിനീയർ എന്നുള്ളത്. അതിൽ രണ്ട് ക്ലോസസ് ഉണ്ട്. ഇനി ഇതിലെ ഏത് ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്? ഇതിലെ ഏത് ക്ലോസ് ആണ് മെയിൻ ക്ലോസ്? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ രാജ് ഹാസ് ഓൾവേസ് ബീൻ ലോയൽ ടു ഹിസ് പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ രാജ് എല്ലായ്പ്പോഴും അവന്റെ പ്രൊജക്ട്സിനോട് ലോയലാണ്. അപ്പൊ അത് പൂർണ്ണമായ അർത്ഥമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മെയിൻ ക്ലോസ് ആണ്. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രമല്ല, ഈ രാജും കൂടെ ചേർന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. ഇനി ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഏതാണ്? ഹു ഈസ് ആൻ എഞ്ചിനീയർ. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആകുന്നു. ഇവിടെ ആരെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു? ഹു ആയിട്ടിരിക്കുന്നു. റിലേറ്റീവ് പ്രൊനൗണിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു റിലേറ്റീവ് ക്ലോസ് ആണ്. റിലേറ്റീവ് ക്ലോസുകളൊക്കെ എപ്പോഴും എന്തായിരിക്കും? സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വന്നു. അപ്പോൾ അതെന്തായി മാറി? കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സിമ്പിൾ സെന്റൻസിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഹു ഈസ് ആൻ എഞ്ചിനീയർ എന്നുള്ള ഭാഗം നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഹു ഈസ് ആൻ എഞ്ചിനീയർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി? സിമ്പിൾ സെന്റൻസിലേക്ക് മാറ്റുമ്പോൾ രാജ് എന്ന് എഴുതുക, ആ വ്യക്തി എഴുതുക, എന്നിട്ട് കോമ കൊടുക്കുക, ആൻ എഞ്ചിനീയർ എന്ന് മാത്രം എഴുതിയാൽ മതി. രാജ് ആൻ എഞ്ചിനീയർ കോമ ഹാസ് ആൾവേസ് ബീൻ ലോയൽ ടു ഹിസ് പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഹു ഈസ് ആൻ എഞ്ചിനീയറിനെ നമ്മൾ ആൻ എഞ്ചിനീയർ എന്നാക്കി മാറ്റിയപ്പോൾ ഈ ക്ലോസ് എന്തായി മാറുന്നു? ഫ്രേസ് ആയി മാറുന്നു. കാരണം ഫ്രേസ് എന്ന് വെച്ചാൽ എന്താ? അവിടെ സബ്ജക്റ്റ് വരാൻ പാടില്ല, ടെൻസ് ഫോമുള്ള വെർബ് വരാൻ പാടില്ല, പൂർണ്ണമായ അർത്ഥം വരാൻ പാടില്ല. ഇവിടെ ആൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റ് ഇല്ല, ഒരു ടെൻസ് ഫോമുള്ള വെർബില്ല, അപ്പം പൂർണ്ണമായ അർത്ഥവുമില്ല. അങ്ങനെ വരുന്ന സംഭവങ്ങളെ നമുക്ക് ഫ്രേസ് എന്ന് വിളിക്കാം. അപ്പൊ രാജ് ആൻ എഞ്ചിനീയർ, പിന്നെ ബാക്കി ഹാസ് ആൾവേസ് ബീൻ ലോയൽ ടു ഹിസ് പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ അപ്പോഴും ഈ രാജും ഇവിടുത്തെ ഭാഗവും ഒരേ ഭാഗം തന്നെയാണ്, മെയിൻ ക്ലോസ് ആണ്. ആൻ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഫ്രേസ് ആയി മാറുന്നു. അപ്പോൾ ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസിനാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ എങ്ങനെ എഴുതിയപ്പോൾ രാജ് ആൻ എഞ്ചിനീയർ
ഹാസ് ഓൾവേസ് ബീൻ ലോയൽ ടു ഹിസ് പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ അതെന്തായി മാറുന്നു? ഒരു സിമ്പിൾ സെന്റൻസ് ആയി മാറുന്നു. അപ്പൊ അങ്ങനെ ആയപ്പോൾ നമ്മൾ ഈ കോംപ്ലക്സ് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസിലേക്ക് മാറ്റി. അപ്പോൾ ഈ രീതികളിലാണ് കോംപ്ലക്സ് സെന്റൻസുകൾ വരിക. അപ്പൊ ഈ പല തരത്തിലുള്ള കോംപ്ലക്സ് സെന്റൻസിനെ ഞാൻ പരിചയപ്പെടുത്തി. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സും കൂടെ കണ്ടിട്ട് ഈ ക്ലാസ്സും കൂടെ കാണുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഏത് കോംപ്ലക്സ് സെന്റൻസ് കിട്ടിയാലും നിങ്ങൾ അതിനെ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ 2 ക്ലാസ് കൊണ്ട് പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കോമ്പൗണ്ട് സെന്റൻസിനെ നമുക്ക് എങ്ങനെ സിമ്പിൾ സെന്റൻസിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെ ആകുമ്പോൾ ഇനി ഇടുന്ന ക്ലാസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എൻ്റെ ഈ യൂട്യൂബ് ക്ലാസ്സുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ വിശദമായി പഠിക്കണമെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് അതുപോലെ മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.